Hi dear students, this is the fourth part of the subject ME 403 Advanced Energy Engineering. We were discussing in the last presentation, we were discussing about the global energy sources. This is the continuation of the last presentation. We have already discussed few major energy sources that presently used in the global level. Now the continuation is, next one is the wind energy. Wind is available virtually everywhere on the earth, although there are a wide variation in the wind strengths. വിൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പല സ്ഥലത്തും പല രീതിയിലായിരിക്കും വിൻഡ് വെലോസിറ്റി. ലക്കിലി ഇന്ത്യ ഈസ് ഹാവിങ് എ പ്ലെൻറ്റി അവൈലബിലിറ്റി ഓഫ് വിൻഡ്, ഓർ നമ്മളെന്താണ് സ്യൂട്ടബിൾ ആണ്. വി ആർ ഇൻ ദ സ്യൂട്ടബിൾ റേഞ്ച്. ട്രോപ്പിക്കൽ റീജിയനിലായതുകൊണ്ട് എന്താണ് നമുക്ക് കറക്റ്റ് സ്പീഡും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് വിൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. വേൾഡ് വിൻഡ് എനർജി പല രാജ്യങ്ങളും പല രീതിയിലാണ് വിൻഡ് സ്പീഡൊക്കെ ഉള്ളതെങ്കിലും മിക്കവാറും ഓൾമോസ്റ്റ് അധികം കൺട്രീസ് ഇപ്പോൾ വിൻഡ് എനർജി ഹാർവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വിൻഡ് എനർജി കപ്പാസിറ്റി ഹാസ് ബീൻ ഡബിളിംഗ് അബൌട്ട് എവറി 3.5 years. ദാറ്റ് ഇസ് എ സിഗ്നിഫിക്കൻറ്റ് തിങ്. ഓരോ 3.5 വർഷം കൂടുമ്പോഴും വിൻഡ് എനർജി പ്രൊഡക്ഷൻ ഡബിളായി വരുന്നുണ്ട് എന്നുള്ളതാണ്. സിൻസ് 1990 തൊട്ടിട്ട് ആ ഒരു ട്രെൻഡ് ഉണ്ട്. സോ ദാറ്റ് മീൻസ് വിൻഡ് എനർജി ഈസ് ലാർജ്ലി എക്സ്പ്ലോയിറ്റഡ് ബൈ ദി ഓൾമോസ്റ്റ് ഓൾ ദി countries all over the world. China with about 62 gigawatt has the highest installed capacity, while Denmark with 32 gigawatt has the highest level. 3 gigawatt has the highest level per capita. Wind accounts for 20% of Denmark's electricity production. Okay. As governments begins to cut their subsidies to renewable energy, the business environment becomes less attractive to the potential investors. Lower subsidies and growing cost of material input have negative impact on the wind industry in the recent years. ഞാൻ പറഞ്ഞു ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള എനർജി സോഴ്സാണ് വിൻഡ് എനർജി എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമുക്കറിയാം, ഇൻസ്റ്റാൾമെൻറ്റ് കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് ഇനീഷ്യൽ കോസ്റ്റ് എന്താണ് വെരി ഹൈ ആണ്. ഒരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ പണ്ടൊക്കെ ഇത് ഇത്രയും ഡെവലപ്പായി വന്നതെന്ന് വെച്ചാൽ എല്ലാ കൺട്രീസും സബ്സിഡീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നുകൊണ്ട് ഇതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നുകൊണ്ട് ഒരുപാട് പ്ലാൻസ്, വിൻഡ് പവർ ജനറേഷൻ പ്ലാൻസ് ഡെവലപ്പ് ചെയ്ത് ഓൾ ഓവർ ദ വേൾഡ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മിക്ക കൺട്രീസും അത് ചെയ്യുന്നില്ല. സബ്സിഡീസ് ഇപ്പം അധികം കൊടുക്കാത്തതുകൊണ്ട് ദർ ഈസ് എ ലിമിറ്റേഷൻ ഫോർ ദി പവർ പ്രൊഡക്ഷൻ ഫ്രം ദി വിൻഡ്. This is the chart showing major 5 countries producing wind energy, that is China, United States, Germany, Spain and India. Here comes India first time. Somehow we are also luckily in the correct area, so if we can concentrate, we can make a much advantage from the wind energy. Okay. Now coming to the benefits and drawbacks. First one, benefits: well-known technology, quick installation and dismantling of onshore installations. ഓൾറെഡി ടെക്നോളജീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡിസ്മാൻഡ്ലിങ്ങും ഇൻസ്റ്റാളേഷനൊക്കെ ഓൺഷോറിലാണെങ്കിൽ എളുപ്പമുള്ള കാര്യമാണ്, പക്ഷേ ഓഫ് ഷോറിലാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. നോ ഫ്യൂൽസ് ഫോർ വേസ്റ്റ് ഓഫ് കോസ്റ്റ്. പൊല്യൂഷൻ ഇല്ല, ഫ്യൂവൽസ് ആവശ്യമില്ല. ക്ലീൻ സൊല്യൂഷൻ ഫോർ റിമോട്ട് ഏരിയാസ്. റിമോട്ടായിട്ടുള്ള ഏരിയാസിൽ കൂടുതലും വിൻഡ് എനർജി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എടുക്കുക. ബാക്കിയുള്ള അതർ സോഴ്സ് ഓഫ് എനർജിക്ക് എത്തിപ്പെടാൻ പറ്റാത്തെടുക്കുക. വിൻഡ് എനർജി കുറച്ചുകൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായിരിക്കും. ദാറ്റ് ഈസ് അനദർ ബെനിഫിറ്റ്. നൗ കമ്മിങ് ടു ദ ഡ്രോബാക്സ്. ഫസ്റ്റ് വൺ ഈസ് ഇൻ്റർമിറ്റൻസി. കാരണം നമുക്ക് എപ്പോഴും ഒരേ സ്പീഡിലുള്ള വെലോസിറ്റിയിലുള്ള വിൻഡ് നമുക്ക് അവൈലബിൾ ആണെന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരുപാട് ചില സമയത്ത് വിൻഡ് ഉണ്ടാകും, ചില സമയത്ത് ഇല്ലാതിരിക്കാം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നാച്ചർ. സോ ഇൻ്റർമിറ്റൻസി ഈസ് ദ വൺ ഓഫ് ദി മെയിൻ ഡ്രോബാക്ക്. ഗ്രിഡ് ഇൻ്റഗ്രേഷൻ ചലഞ്ചസ്. ഒരുപാട് സാധനങ്ങൾ ഇൻ്റഗ്രേറ്റ് വലിയൊരു പവർ പ്ലാന്റ് പോലെ ആക്കുന്നതിലുള്ള ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. റിലയൻസ് ഓൺ സബ്സിഡീസ്. ഇറ്റ് ഈസ് മെയിൻലി വർക്കിംഗ് ഡിപ്പെൻഡിങ് ഓൺ ദ സബ്സിഡീസ് പ്രൊവൈഡ് ബൈ ദ ഗവൺമെൻറ്റ്സ്. സോ ഇഫ് subsidies are not there, then it is not at all cost effective. That is another drawback. Now coming to the most abundant source of energy, that is solar energy. നമുക്കറിയാം, ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന സോളാർ എനർജിൻ്റെ പെർസെൻറ്റേജ് 0.1% ആണ് ടോട്ടൽ അവൈലബിലിറ്റി. എന്നിട്ട് പോലും നമ്മൾ ഇത്രയും പവർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 10% യൂസ് ചെയ്യുകയാണെങ്കിൽ എൻ്റയർ വേൾഡിൻ്റെ എനർജി ക്രൈസിസ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. Solar energy is the most abundant energy resource and it is available for use in its direct. ഒന്നിക്ക് നമുക്ക് ഡയറക്റ്റ് സോളാർ എനർജിനെ യൂസ് ചെയ്യാം, ഹീറ്റിംഗ് പർപ്പസിലേക്ക് യൂസ് ചെയ്യാം. ഇൻഡയറക്റ്റായിട്ട് യൂസ് ചെയ്ത് വിൻഡ്, ബയോമാസ്, ഹൈഡ്രോ, ഓഷൻ എക്സെട്ര അങ്ങനത്തെ ഫോമിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഡയറക്റ്റ് യൂട്ടിലൈസേഷൻ ഫോട്ടോവോൾട്ടിക് സെല്ലൊക്കെ വെച്ചിട്ട് PV സെല്ല് വെച്ചിട്ട് കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റാം. അല്ലാണ്ട് എന്താണ് വിൻഡ്, ഇപ്പം ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടാണ് വിൻഡ് ഉണ്ടാകുന്നത്. ബയോമാസിനെ ചെയ്യുന്നുണ്ടെങ്കിൽ വിൻഡ് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടാണ്. അതുപോലെ ബയോമാസിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടെമ്പറേച്ചേഴ്സ് വേണം. അപ്പോൾ അതൊക്കെ ഇൻഡയറക്റ്റ് യൂസസ് ആണ്. ഈവൻ ഇഫ് ഓൺലി 0.1% ഓഫ് ദ എനർജി റീച്ചിങ് ദ എർത്ത് കുഡ് ബി കൺവേർട്ടഡ്
an efficiency of 10%, it would be 4 times larger than the total world's electricity generating capacity. നമ്മൾ 0.1%, ഇപ്പോൾ ഉള്ളതിനെക്കാട്ട് ഒരു 0.1% അധികം വിത്ത് 10% എഫിഷ്യൻസിയാണ് പറയുന്നത്. അത്രയും എഫിഷ്യൻസി ചെറിയ ലോ എഫിഷ്യൻസിലാണെങ്കിൽ പോലും 0.1% കൂടെ അധികം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ടോട്ടൽ എനർജിൻ്റെ 1/4 നമുക്ക് ഇതിനെ കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റും, സോളാർ എനർജിനെ കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ദ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഏരിയ വെർ വി ഹാവ് ടു കോൺസെൻട്രേറ്റ്. ആസ് എ എമർജിംഗ് എഞ്ചിനീയേഴ്സ്, യുവർ അറ്റൻഷൻ ഷുഡ് ബി കോൺസെൻട്രേറ്റഡ് ഇൻ സോളാർ power production. The use of solar energy is growing strongly around the world, in part due to the rapidly declining solar panel manufacturing costs and lavish subsidies, in particularly in Europe. ഇപ്പം ഡെവലപ്പിംഗ് സ്റ്റേജ് തന്നെയാണ് സോളാർ എനർജി ഹാർവെസ്റ്റിംഗ് ഇസ് ഇൻ ദ ഡെവലപ്പിംഗ് സ്റ്റേജ്. മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ആർ സപ്പോർട്ടിംഗ് വിത്ത് ദി subsidies, providing subsidies and all. And photovoltaic, initially in the few years back, the cost of photovoltaic cell was very high. Now it is also drastically getting reduced. Hopefully we can expect a cheap solar panel in the future itself. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ വീട്ടിലേക്കും ഉള്ളതിലേക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും, ഓരോ വീട്ടിലേക്ക് അഫോർഡബിൾ പ്രൈസിൽ പാനൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിലേക്കുള്ള പ്രൊഡക്ഷൻ അവിടെ നിന്ന് പോസിബിളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കും ബാക്കി ഫോസിൽ ഫ്യൂവലിലെ ഡിപ്പെൻഡൻസി ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ദീസ് ആർ ദ ലീഡിങ് കൺട്രീസ്. ജർമ്മനി, ഇറ്റലി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, സ്പെയിൻ are the leading countries. And coming to the benefits and drawbacks, highly reliable no moving parts. വിൻഡ് എനർജീനൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താ, അതിനൊക്കെ ഒരുപാട് മൂവിങ് പാർട്ടും വലിയ ഇൻസ്റ്റാളേഷനാണ്. പക്ഷേ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സോളാർ എനർജി ഹൈലി റിലയബിളും ആണ്. ഓൾമോസ്റ്റ് മിക്ക സമയം നമുക്ക് എന്തായാലും സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. അപ്പോൾ റിലയബിളും ആണ്, മൂവിങ് പാർട്സ് വളരെ കുറവാണ്. ക്വിക്ക് ഇൻസ്റ്റാളേഷൻ ആൻഡ് ഡിസ്മാൻഡ്ലിംഗ്, അതിൽ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഡിസ്മാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. സ്യൂട്ടബിൾ സൊല്യൂഷൻ ഫോർ റിമോട്ട് ഏരിയാസിന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ്. ദീസ് ആർ ദ ബെനിഫിറ്റ്സ്. കമ്മിങ് ടു ദ ഡ്രോബാക്ക്, ഇൻ്റർമിറ്റൻസി. മറ്റേ ഇതിലുള്ള പോലെ ഇപ്പം ത്രൂ ഔട്ട് ദ ഇയർ വി കനോട്ട് ഗെറ്റ് ദി സോളാർ എനർജി വിത്ത് ദ സെയിം ഇൻറ്റൻസിറ്റി. സോ ഇൻ്റർമിറ്റൻസി ഈസ് ദ, ചില സമയങ്ങളിൽ കൂടുതൽ കിട്ടും, ചില സമയങ്ങളിൽ കുറവേ കിട്ടുള്ളൂ. സോ ഇയർ റൗണ്ട് പ്രൊഡക്ഷൻ നോക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഗ്രിഡ് ഇൻ്റഗ്രേഷൻ ചാലഞ്ചസ്, ഓഫ് കോഴ്സ് ലൈക്ക് ഇൻ ദി വിൻഡ് എനർജി, ഹിയർ ആൾസോ ഗ്രിഡ് ഇൻ്റഗ്രേഷൻ ചാലഞ്ചസ് ആർ ദ യൂസ് ഓഫ് ടോക്സിക് മെറ്റീരിയൽസ് ഇൻ സം മോഡൽസ്. നമ്മൾ ഈ ഹൈബ്രിഡ് മോഡലൊക്കെ വരുമ്പോൾ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് സോളാർ ഹാർവെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഡ്രോബാക്കാണ്. ദീസ് ആർ ഓൾ ദി ഡ്രോബാക്സിൽ പറയുകയാണെങ്കിൽ ശരിക്കും എന്താണ്, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഒരു ഡ്രോബാക്കായിട്ട് പറയേണ്ടി വരും. റീസെൻ്റ്ലി ദർ ഇസ് നോ മച്ച് ഡെവലപ്ഡ് ടെക്നോളജീസ് ടു ഹാർവെസ്റ്റ് സോളാർ എനർജി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സോളാർ എനർജിൻ്റെ ഒരു 10% നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേറൊരു സോഴ്സ് ഓഫ് എനർജി നമുക്ക് ആവശ്യമില്ല. അത്രയും പ്ലെൻറ്റി അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ് ഓഫ് എനർജിയാണ് സോളാർ എനർജി എന്ന് പറയുന്നത്. Now coming to the next source of energy, that is bioenergy and waste, or simply we will call it as biomass. Bioenergy is a broad category of energy fuels manufactured from a variety of feedstocks of biological origin and by numerous conversion technologies to generate biological origin and by numerous conversion technologies to generate heat, power, liquid biofuels and gaseous biofuels. അതായത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ് ബയോ എനർജി. നമ്മളിപ്പം അഗ്രികൾച്ചറൽ വേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളതിനെ ഡീകമ്പോസ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന എനർജിനാണ് പറയുന്നത് ബയോ എനർജി ഓർ ബയോമാസ് എന്ന് പറയുന്നത്. ദ ടേം ട്രഡീഷണൽ ബയോമാസ് മെയിൻലി റെഫേഴ്സ് ടു ദ ഫ്യൂവൽ വുഡ്. പണ്ട് ബയോമാസ് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് എന്താണ്, ട്രഡീഷണൽ ബയോമാസ് എന്ന് പറയുന്നത് എന്താണ്, ഒന്നുകിൽ വുഡ് അല്ലെങ്കിൽ ചാർക്കോൾ, അഗ്രികൾച്ചറൽ വേസ്റ്റ്, ഇതൊക്കെയാണ് കത്തിക്കാനൊക്കെ ഉപയോഗിക്കും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുമാത്രമാണ് അതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ വരുമ്പോൾ ഡീക്കേയിങ് പ്രോസസ്സും അതുപോലത്തെ ഒക്കെ നിങ്ങൾക്കറിയാം, ഗ്യാസ് പ്രൊഡക്ഷനൊക്കെ ഉണ്ട്. ഈവൻ ബയോമാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പല വീട്ടിലിപ്പം കോമ്പാക്ട് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ, വീട്ടിലെ ഫുഡ് വേസ്റ്റ് അത് ഇതൊക്കെ ഡീകമ്പോസ് ചെയ്തിട്ട് കുക്കിംഗ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് എന്ത് ബയോ എനർജിയിൽ വരുന്നത്. ദ ഇൻഡസ്ട്രിയൽ യൂസ് ഓഫ് റോ മെറ്റീരിയൽ ഫോർ പ്രൊഡക്ഷൻ ഓഫ് പൾപ്പ്, paper, tobacco, pig and so on generates byproducts such as bark, wood chips, black liquor, agricultural residues which can be converted to bioenergy. ഇപ്പോൾ മിക്ക ഇൻഡസ്ട്രിയിൽ നിന്നും വരുന്ന ബൈ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ വേസ്റ്റായിട്ട് വരുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ രണ്ടാണ്, ഒന്ന് നമുക്ക് അതിൽ നിന്ന് എനർജി കിട്ടുന്നു, അതേപോലെ എന്താണ് ഇല്ലെങ്കിൽ അത് എന്തായിട്ട് പോകണമായിരുന്നു, പൊല്യൂട്ടൻ്റ് ആയിട്ട് എൻവയോൺമെൻറ്റിലേക്ക് പോകുന്നതിന് നമുക്കത് റെസ്ട്രിക്റ്റ് ചെയ്യാനും പറ്റും. So one side we are getting clean city, other side we are producing the energy. So both is combined in the case of biomass production. Biogas and biomass are traditionally used for heating, but recently a remarkable increase in the use of electricity production has taken place in some countries as combustion technologies become more efficient. നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ എന്താണ്, പല ഡെവലപ്ഡ് കൺട്രീസും
അവരെ വലിയ വലിയ സിറ്റിയിലുള്ള പൊല്യൂഷൻ പ്രോബ്ലം, അതായത് വേസ്റ്റ് ഡിസ്പോസലിന് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് അവർ പവർ പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് ഈ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുക, ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുക, ബയോഗ്യാസ് ബേൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പവർ പ്ലാന്റ്സ് റൺ ചെയ്യുക. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ സിറ്റിയിലേക്ക് വേണ്ട ഓൾമോസ്റ്റ് എനർജി അതിൽ നിന്ന് തന്നെ മീറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പോരാ തന്നെ എന്താവും, സിറ്റി ക്ലീൻ ആയിരിക്കുകയും ചെയ്യും. സോ ദാറ്റ് ഇസ് ദ ആഡഡ് അഡ്വാൻറ്റേജ്. കമ്മിങ് ടു ദ ബെനിഫിറ്റ് ആൻഡ് ഡ്രോബാക്സ്. ബെനിഫിറ്റ്സ് ഡൊമസ്റ്റിക് റിസോഴ്സ്, ഓരോ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പ്രൂവൺ സിമ്പിൾ ആൻഡ് കമ്പഷൻ ടെക്നോളജീസ്, വളരെ സിമ്പിളായിട്ട് ടെക്നോളജീസാണ്. ബയോഫ്യൂൽസ് ആർ ഓൾട്ടർനേറ്റീവ് ഓഫ് ട്രാൻസ്പോർട്ട്, നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ട്രാൻസ്പോർട്ടിന് വേണ്ടി പോലും യൂസ് ചെയ്യാം. ഡ്രോബാക്സ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് പ്രോസസ്സിങ് ഇംപ്ലിക്കേഷൻസ്, നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. മെയിൻലി സ്റ്റോറേജ് ഒരു ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പം നമ്മൾ വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ വരുമ്പോഴെന്താണ് അതിൽ ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഗ്യാസ് സിലിണ്ടറിലുള്ളത്. നമുക്കിപ്പം ബയോഗ്യാസ് ഫോം ചെയ്യുന്ന ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റിയാൽ എന്താണ് നമുക്ക് സ്റ്റോർ ചെയ്യാം. അങ്ങനെ ഒരു ടെക്നോളജീസ് ഭയങ്കര കോസ്റ്റ്ലിയാണ്, അതുകൊണ്ട് തന്നെയാണ് ആരോധന നിൽക്കാത്തത്. അപ്പോൾ എന്തെങ്കിലും സിമ്പിളായിട്ട് ടെക്നോളജീസ് നമുക്ക് എന്താണ് മെയിൻ റീസൺ എന്താ, ഈ ഗ്യാഷ്യസ് ഫോമിൽ നാച്ചുറൽ ടെമ്പറേച്ചറിൽ ഇതൊക്കെ ഗ്യാഷ്യസ് ഫോമിലാണ്. അപ്പോൾ അതിനെ ലിക്വിഫൈ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ വെരി ലോ ടെമ്പറേച്ചറിലേക്ക് അല്ലേ. അപ്പോൾ 0 കെൽവിനടുത്തുള്ള അല്ലെങ്കിൽ ഒരു 10 കെൽവിൻ 100 കെൽവിൻ അത്രയും അത്രയും ലോ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ ഇത് ലിക്വിഫൈ ചെയ്യാൻ പറ്റൂ. ക്രയോജനിക്സ് എന്ന് പറയും, ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്. അപ്പോൾ അതിൻ്റെ ടെക്നോളജീസും അതുപോലെ കോസ്റ്റും വളരെ ഹൈ ആണ്. അപ്പോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ അത് ഉപയോഗിച്ച് തീർക്കുക, അതുമാത്രമാണ് ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. നീഡ് ഫോർ കൺട്രോൾ എമിഷൻസ് ഓഫ് NOx and SOx. Next one is energy, water, food aspects. Okay, these are all the drawbacks. So that is the end of the global energy sources. So I have discussed what are the global energy scenario, how the world is using the energy, what are the leading countries using most of the energies, ഏതൊക്കെ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും അതിൽ സ്ലൈഡിൽ അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ എനർജി ഏത് കൺട്രി യൂസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏത് ഫ്യൂവലാണ്. ദാറ്റ് ഈസ് എനർജി സെനാരിയോ, ഗ്ലോബൽ എനർജി സെനാരിയോ. മൈ റിക്വസ്റ്റ് ഈസ് ഫ്രം യുവർ സൈഡ് യു പ്രിപ്പയർ എനർജി സെനാരിയോ ഫോർ ദി ഇന്ത്യ. ഇന്ത്യയിലുള്ള എനർജി കൺസപ്ഷൻ ഏതൊക്കെ എനർജീസാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ സ്റ്റേറ്റ്സാണ് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം വേൾഡ് വൈഡിലുള്ള ഓരോ രാജ്യങ്ങൾ പറഞ്ഞ പോലെ ഏതൊക്കെ സ്റ്റേറ്റ്സാണ് പ്രൊഡക്ഷനിലൊക്കെ മുന്നിലുള്ളത് എന്നുള്ളത് ഒരു അസൈൻമെൻ്റ് ആയിരുന്നു നിങ്ങൾ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് ഓൾ അബൌട്ട്. ഐ വിൽ ഗിവ് യു ആസ് ആൻ അസൈൻമെൻറ്റ്. ഞാൻ മൂഡിൽ അത് ആഡ് ചെയ്യാം, അസൈൻമെൻറ്റ് ക്വസ്റ്റനായിട്ട് ആഡ് ചെയ്യാം. യു ഹാവ് ടു സെർച്ച് ആൻഡ് ഫൈൻഡ്. ഇതിലൊക്കെ മേജർ സോഴ്സ്, മെയിൻ സോഴ്സൊക്കെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സൊക്കെ തന്നെയാണ്. അതിൻ്റെ കൂടെ ഗ്ലോബൽ ലെവലിൽ അത്ര പോപ്പുലർ അല്ലാത്ത ഏതെങ്കിലും എനർജി സോഴ്സ് ഇന്ത്യയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. എനിവേ യു ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ഓൾ ദീസ് എനർജീസ് എത്രത്തോളം നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ സ്വന്തം റെഫർ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഐ എം ഗിവിങ് യു ആസ് എ അസൈൻമെൻറ്റ്.